السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام
إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم ولا تبذر تبذيرا إن المبذرين كانوا إخوان الشياطين وكان الشيطان لربه كفورا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുൽ ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും കഴിവിന്റെ പരമാവധി മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിതത്തെ പവിത്രമാക്കി തീർക്കുവാൻ പരമാവധി പരിശ്രമിക്കുകയും ചെയ്യണമേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുന്നു, ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. സർവശക്തനായ അല്ലാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളെയും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് മനുഷ്യ സമൂഹത്തിന്റെ നന്മയ്ക്കും ഉപകാരത്തിനും വേണ്ടിയാണ് അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായമായ സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗത്ത് തന്നെ അല്ലാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ. അല്ലാഹു അവനെ പരിചയപ്പെടുത്തുകയാണ്. ഹുവ, അവൻ ആരാണ്? അല്ലദീ ഖലഖ ലക്കും, നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചവനാണ്. എന്തിനെ? മാ ഫിൽ അർളി ജമീഅൻ, ഭൂമിയിലുള്ളത് മുഴുവനും നിങ്ങൾക്ക് വേണ്ടി അഥവാ മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ചവനത്രേ അല്ലാഹു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നു. വിവിധ രൂപത്തിലാണ് ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുക്കളെയും മനുഷ്യൻ ഉപയോഗപ്പെടുത്തുന്നത്. ഈ ലോകത്തുള്ള അല്ലാഹുവിന്റെ സൃഷ്ടികൾ, ഇവിടെയുള്ള ചരാചരങ്ങൾ, വസ്തുക്കൾ ഏതൊക്കെ നിലക്കാണ് നമുക്ക് ഉപകാരപ്പെടുന്നത്, പ്രയോജനപ്പെടുന്നത് എന്ന് നമുക്ക് അറിയാവുന്നവയേക്കാൾ കൂടുതൽ നമുക്കറിയാത്തവയാണ്. ഇവിടെയുള്ള ഓരോ വസ്തുക്കളെയും അല്ലാഹു എന്തിനു സൃഷ്ടിച്ചു എന്നൊരു വേള ചിന്തിക്കുമ്പോൾ ചില ജീവികളെ, അത് ചെറുതാവാം വലുതാവാം, പ്രപഞ്ചത്തിൽ കാണുന്ന ചില വസ്തുക്കളെ, അത് ചെറുതാവാം വലുതാവാം, എന്താണ് അതുകൊണ്ടൊക്കെ മനുഷ്യനൊരു പ്രയോജനമുള്ളത് എന്ന് അറിവില്ലാത്ത അത്തരത്തിൽ നമ്മളെല്ലാവരും ചിന്തിക്കാറുണ്ട്. വാസ്തവത്തിൽ അല്ലാഹു പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ കാണുന്നത് മുഴുവൻ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് മനുഷ്യന് വേണ്ടിയാണ് അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ചിലവയുടെ ഉപയോഗം നമുക്ക് വ്യക്തമായി അറിയാനും അവയുടെ പ്രയോജനം അനുഭവിക്കാനും കഴിയുന്നു എന്നേയുള്ളൂ. ചിലത് നമുക്കറിയുന്നില്ല. നാം അറിയാത്ത നിലക്ക് ഒട്ടേറെ നമുക്ക് നന്മകൾ വരുത്തുന്ന വസ്തുക്കളും ജീവജാലങ്ങളുമൊക്കെ അല്ലാഹുവിന്റെ ഭൂമിയിലുണ്ട് എന്ന് ഈ വിശുദ്ധ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പൊ ഇതെല്ലാം അല്ലാഹു മനുഷ്യന് നൽകി എന്ന നിലക്ക് മനുഷ്യരായ നമ്മുടെ ഡ്യൂട്ടി അതിന് ശുക്ർ പറയുക, ശുക്ർ ചെയ്യുക എന്നതാണ്. നിങ്ങൾ അല്ലാഹുവിന്റെ നിഅമത്തുകൾ അനുഭവിക്കുമ്പോൾ വഷ്കുറു നിഅമത്തല്ലാഹ്, ഖുർആൻ അടിക്കടി ബോധിപ്പിക്കുന്ന ഒരാശയമാണ്. വഷ്കുറു നിഅമത്തല്ലാഹി, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിക്കുവിൻ ജനങ്ങളെ
ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂന, നിങ്ങൾക്കെല്ലാം നൽകിയ ആ നാഥനെ അറിഞ്ഞ് അവനെ മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അവനോട് ശുക്ർ ചെയ്യാൻ കടപ്പെട്ടവരാണ് എന്ന് അല്ലാഹു പറയുന്നു. നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള അനുഗ്രഹങ്ങളെ, ഈ ലോകത്ത് അല്ലാഹു നമുക്ക് വേണ്ടി സംവിധാനിച്ചിട്ടുള്ള ഭൗതിക വിഭവങ്ങളെ അല്ലാഹു അനുവദിച്ച രൂപത്തിലും തോതിലും ഉപയോഗിക്കുക എന്നതാണ് ആ വിഷയത്തിൽ നമുക്ക് അല്ലാഹുവിനോടുള്ള ഏറ്റവും വലിയ ബാധ്യത. അവൻ വിരോധിക്കുകയോ എതിർക്കുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്ത മാർഗങ്ങളിൽ അവ പ്രയോജനപ്പെടുത്താതിരിക്കുക എന്നതും അതിന്റെ ഏറ്റവും കണിശമായ ഭാഗമാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്നിട്ടുള്ള ഭൗതിക ലോകത്തുള്ള വിഭവങ്ങളെ അനുഭവിക്കുന്നതിന്റെ കാര്യങ്ങളിൽ രണ്ട് തരക്കാരെ നമുക്ക് ലോകത്ത് കാണാൻ സാധിക്കും. ഒരു ഭാഗം പറയുന്നു, ഈ ഭൗതിക ലോകത്തിന്റെ വിഭവങ്ങളൊന്നും നമ്മൾ അനുഭവിക്കാനോ ആസ്വദിക്കാനോ രുചിക്കാനോ പാടില്ല. അതൊക്കെയും അല്ലാഹുവിലേക്കുള്ള നമ്മുടെ അടുപ്പത്തിന് വിഘ്നം വരുത്തും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഭൗതിക ലോകത്തുള്ള ഒരു ആസ്വാദനങ്ങളെയും സ്വീകരിക്കാൻ ഒരു മുസ്ലിമിന് പാടില്ലെന്ന് പറയുന്ന പ്രസ്ഥാനങ്ങൾ ലോകത്ത് വന്നുപോയിട്ടുണ്ട്. ഇന്നും അവിടെവിടെയായി നിലനിൽക്കുന്നുണ്ട്. അവരുടെ അടിസ്ഥാനപരമായ വാദം തന്നെ അദ്ദുന്യാ ജീഫത്തുൻ വതുല്ലാബുഹാ കിലാബ് എന്നാണ്. എന്താണ് ആ പ്രയോഗത്തിന്റെ ആശയം? അദ്ദുന്യാ ജീഫത്തുൻ, ദുന്യാവെന്ന് പറയുന്നത്, ഭൗതിക ലോകം എന്ന് പറയുന്നത് അത് ജീഫത്തുൻ, അതൊരു ശവമാണ്. വതുല്ലാബുഹാ കിലാബുൻ, ആ ദുന്യാവിനെ ആശിച്ചുകൊണ്ട് നടക്കുന്നവർ, ആ ദുന്യാവിനെ തേടുന്നവർ കിലാബുൻ, പട്ടികളാകുന്നു എന്നാണ് അവരുടെ ആശയം. അപ്പൊ ദുന്യാവിൽ ഒന്നും അനുഭവിച്ചുകൂടാ, ഭൗതിക ലോകത്തിലുള്ള ഒരു സുഖസൗകര്യങ്ങളെയും മനുഷ്യൻ അനുഭവിച്ചുകൂടാ, ആസ്വദിച്ചുകൂടാ എന്ന് പറയുന്ന സന്യാസത്തിന് പ്രേരിപ്പിക്കുന്ന, ഇസ്ലാം ഒരിക്കലും അനുവദിച്ചിട്ടില്ലാത്ത വ്യാജമായ ആത്മീയ സംസ്കരണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സൂഫിസം ജനങ്ങളോട് പറയുന്നത് അതാണ്. മാത്രമല്ല അവർ പറയുന്നത് ആത്മസംസ്കരണത്തിന് 4 പ്രധാനപ്പെട്ട റുക്നുകളുണ്ട് എന്നാണ്. ഒരു മനുഷ്യന്റെ ആത്മാവിന് സംസ്കരണം ലഭിക്കണമെങ്കിൽ തസവ്വുഫിന് 4 റുക്നുകളുണ്ട്, 4 തൂണുകളുണ്ട്. ഒരാത്മീയ സംസ്കരണത്തെ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനിൽ ഈ 4 കാര്യങ്ങൾ ഒത്തുചേർന്നിട്ടില്ലെങ്കിൽ അവന്റെ ആത്മാവ് സംസ്കൃതമാവുകയില്ല എന്നതാണ് അവരുടെ അധ്യാപനം. അതിൽ ഒന്നാമതായി എണ്ണുന്നത് അൽ ജൂൾ, ഒന്ന് ഭക്ഷണം കഴിക്കാതെ വിശക്കണം, ഒന്ന്. രണ്ടാമതായി അവർ പരിചയപ്പെടുത്തുന്ന സുംതു എന്ന് പറഞ്ഞാൽ മൗനം പാലിക്കണം, ആരോടും മിണ്ടാൻ പാടില്ല, അധികം സംസാരിക്കാതെ വളരെ കുറഞ്ഞ സംസാരം. മൂന്നാമതായി പറയുന്നത് അൽ ഖൽവത്തു, ഏകാന്തത, വേറൊരാളുമായിട്ടുള്ള കൂട്ടുപാടില്ല. അതൊരു ഇണയായാൽ പോലും മക്കളായാൽ പോലും വിവാഹ ജീവിതമോ കുടുംബജീവിതമോ ഒന്നും പറഞ്ഞതല്ല ഒരു യഥാർത്ഥ സൂഫിക്ക്. 4ാമത്തെ തൂണ് അസ്സഹ്റു, ഉറക്കമിളക്കലാണ്, ഉറങ്ങാൻ പാടില്ല. അപ്പൊ ഉറങ്ങിക്കൂടാ, ഭക്ഷണം കഴിച്ചുകൂടാ, വിവാഹ ജീവിതത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ദാമ്പത്യ ജീവിതവും കുടുംബജീവിതവും ഉണ്ടായിക്കൂടാ. അതേപോലെ തന്നെ ആളുകളുമായി അധിക സംസാരത്തിലൊന്നും ഏർപ്പെടാതെ ഒരു പ്രത്യേകമായ ഭാവത്തിലുള്ള ജീവിതം. ഇതാണ് ആത്മീയ സംസ്കരണത്തിന്റെ, ആത്മസംസ്കരണത്തിന്റെ പ്രധാനപ്പെട്ട കാതലായ വശങ്ങളായിക്കൊണ്ട് അവർ പരിചയപ്പെടുത്തുന്നത്. എന്നാൽ സുഹൃത്തുക്കളെ, ഇസ്ലാം ഈ നിലക്കുള്ള സൂഫിസത്തെ ഒരിക്കലും അനുകൂലിക്കുന്നില്ല. ഇസ്ലാം ആത്മാവിനെ സംസ്കരിക്കാൻ പറഞ്ഞ പദമാണ്. ആത്മാവിനെ പരിശുദ്ധപ്പെടുത്തിയവൻ വിജയിച്ചിരിക്കുന്നു, ആത്മാവിനെ മലീമസമാക്കിയവൻ പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പൊ ആത്മാവിനെ പരിശുദ്ധമാക്കാൻ പ്രേരിപ്പിക്കുകയും മലീമസപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ വളരെ കൃത്യമായ നിയമനിർദ്ദേശങ്ങൾ നടപ്പിലാക്കി നൽകുകയും ചെയ്തുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത മതമാണ് അല്ലാഹുവിന്റെ ദീനുൽ ഇസ്ലാം. ആ ഇസ്ലാമിന്റെ പ്രവാചകനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള പ്രവാചകന്മാർ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഭക്ഷണം കഴിക്കുന്നതിനെ
നിരുത്സാഹപ്പെടുത്തുന്ന രൂപം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. വിവാഹം കഴിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ പഠിപ്പിച്ചിട്ടില്ല. ഭൗതിക ലോകത്തുള്ള സുഖങ്ങളോ സൗകര്യങ്ങളോ അനുവദിക്കപ്പെട്ട നിലക്ക് ഉപയോഗപ്പെടുത്തുന്നത് ഇസ്ലാം വിരോധിച്ചിട്ടില്ല. മറിച്ച് വിവാഹ ജീവിതമൊക്കെ അതേപോലെ തന്നെ രാത്രി ഉറങ്ങലൊക്കെ ഇസ്ലാമികമായ യഥാർത്ഥമായ തഖ്വക്ക് വിഘാതമാണെന്ന് മനസ്സിലാക്കിയ തന്റെ ചില സഹാബാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചു വരുത്തിക്കൊണ്ട് ശാസിച്ചുകൊണ്ട് പറഞ്ഞത്, മൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നീ, എന്റെ സുന്നത്തിനോട് ആരെങ്കിലും, ഞാൻ പഠിപ്പിച്ച നടപടിക്രമങ്ങളോട്, ഞാൻ പഠിപ്പിച്ച ഇസ്ലാമികമായ അനുഷ്ഠാന ആചാര രീതികളോട് ആർക്കെങ്കിലും അതൊന്നും പോരാ, തഖ്വക്കും സൂക്ഷ്മതക്കും വേണ്ടത് ഇങ്ങനെയൊക്കെയാണെന്ന് തോന്നിക്കൊണ്ട് ആരെങ്കിലും വ്യാജമായ ഒരു ആത്മീയതയിലേക്ക് നീങ്ങുന്നുവെങ്കിൽ ഫലൈസ മിന്നീ, അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് കണിശമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിമാരെ ശാസിച്ച് തിരുത്തി കൊടുത്തു എന്ന ഹദീസുകളിൽ കാണാം. 3 സഹാബിമാരുടെ സംഭവം ഞാനത് പറയുന്നില്ല, നമ്മൾ പലവരും കേൾക്കാറുള്ളതാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ളത് നമുക്ക് ഭക്ഷിക്കുന്നതിനോ കഴിക്കുന്നതിനോ ധരിക്കുന്നതിനോ ഉപയോഗിക്കുന്നതിനോ വിരോധമില്ല. അത് പാടില്ലെന്ന് പറയുന്നതിന് ഇസ്ലാം വിരോധിക്കുകയാണ് ചെയ്യുന്നത്. ഖുർആൻ ചോദിക്കുന്നു, ഖുൽ, നബിയെ ചോദിക്കൂ, പറയൂ നബിയെ, മൻ ഹറമ സീനത്തല്ലാഹ് അല്ലതി യഖ്തജ ലിഇബാദിഹി വത്തയ്യിബാതി മിനർ റിസ്ഖി ഖുൽ ഹിയ ലില്ലദീന ആമനൂ ഫിൽ ഹയാത്തി الدنيا خالصة يوم القيامة. ഓ നബിയെ പറയൂ, മൻ ഹറമ, ആരാണ് നിഷിദ്ധമാക്കിയിട്ടുള്ളത്, ആർക്കാ ഹറാമാക്കാൻ അർഹതയുള്ളത്, സീനത്തല്ലാഹ് അല്ലത്തി അഖ്റജ ലിഇബാദിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് വേണ്ടി ഈ പ്രപഞ്ചത്തിൽ പുറപ്പെടുവിച്ച് സംവിധാനിച്ചിട്ടുള്ള അലങ്കാരങ്ങളെയും വത്തയ്യിബാതി മിനർ റിസ്ഖി, നല്ലതായിരിക്കുന്ന ഭക്ഷണ വിഭവങ്ങളെയും ഒന്നും കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവയെ നിഷിദ്ധമാക്കാൻ ആർക്കാണ് അധികാരമുള്ളത്? ഈ ലോകത്ത് അത് വിശ്വാസികൾക്ക് ഉപയോഗപ്പെടുത്താനുള്ളത് തന്നെയാണ്. ആഖിറത്തിലാവട്ടെ ഖാലിസത്തൻ യൗമൽ ഖിയാമ, പരലോകത്ത് ശാശ്വതമായ സ്വർഗീയ ലോകത്ത് അത് മുഅ്മിനീങ്ങൾക്ക് മാത്രമായും ഈ ലോകത്ത് 2 കൂട്ടർക്കും ഉപയോഗിക്കാനുമാണ് അല്ലാഹു ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് നിഷിദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളം കുടിക്കാതെ ദാഹിച്ച് നടക്കുന്നത് ഇസ്ലാമികമല്ല. വസ്ത്രം ധരിക്കാതെ ഒരിടത്ത് ചുരുണ്ടുകൂടുന്നത് ഇസ്ലാമികമല്ല. അതേപോലെ തന്നെ വിവാഹം കഴിക്കുകയോ മറ്റേതെങ്കിലും ജീവിതത്തിന്റെ സുഖസൗകര്യങ്ങൾ അനുഭവിക്കുകയോ ചെയ്യാതെ മാറിപ്പോകുന്നത് അത് തഖ്വയുടെ മാർഗമാണെന്ന് അല്ലാഹു പഠിപ്പിക്കുന്നില്ല. അപ്പൊ അനുവദിക്കപ്പെടുന്ന നിലക്ക് പോലും ഇത് തീരെ ഉപയോഗിക്കാൻ പാടില്ല, ഇതിൽ വലിയ സുഹൃദ് വേണം, വിരക്തി വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ രംഗത്തുണ്ട്. അത് ഇസ്ലാമികമായ ചിന്താഗതിയല്ല, അല്ലാഹു അതിനെ എതിർത്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ വീക്ഷണത്തിൽ, ഈ വിഷയത്തിൽ രണ്ടാമത്തെ ഒരു വിഭാഗം ആളുകളുണ്ട്. ആദ്യം പറഞ്ഞു കൂട്ടർ ഒന്നും പാടില്ല എന്ന് പറയുന്നു. രണ്ടാമത്തെ വിഭാഗോ ജീവിതം തന്നെ ഇതിനാന്ന് പറയുന്ന ആളുകൾ. ജീവിക്കുന്നത് തന്നെ എന്തിനാ? ഭക്ഷിക്കണം, കുടിക്കണം, സുഖിക്കണം, രമിക്കണം. എന്തിനാ ജോലിക്ക് പോകുന്നത്? തിന്നണം, കുടിക്കണം, വീട് വെക്കണം, രമിക്കണം, സുഖിക്കണം. എന്തിനാ ഓവർ ടൈം ചെയ്യുന്നത്? ദുനിയാവ് നേടണം. അങ്ങനെ ജീവിതത്തിന്റെ ഓരോ ശ്വാസോച്ഛ്വാസങ്ങളെയും, അവൻ ജീവിക്കുന്ന ജീവിതത്തിന്റെ ഓരോ പ്രവർത്തന മേഖലകളെയും തന്റെ ദുനിയാവ് എങ്ങനെ വികസിപ്പിക്കാൻ കഴിയും, തനിക്ക് എങ്ങനെ ഏതെല്ലാം രൂപത്തിൽ പണമുണ്ടാക്കാൻ കഴിയും, ദുനിയാവ് എങ്ങനെ വെട്ടിപ്പിടിക്കാൻ കഴിയും എന്ന് ചിന്തിച്ചുകൊണ്ട് പണത്തിന്റെ പിന്നാലെ മാത്രം ഓടി നടക്കുകയും ആ വിഷയത്തിലെ ഹക്ക് ബാത്തിലുകളേതെന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ പോലും തയ്യാറാവാതെ ഏത് മാർഗത്തിലൂടെ ആയാലും വിരോധമില്ല, എനിക്ക് പണം ലഭിക്കണം എന്ന ഒരൊറ്റ ചിന്താഗതിയോടുകൂടി അല്ലാഹു നിഷിദ്ധമാക്കിയ സംഗതികൾ പോലും ചെയ്തുകൊണ്ട് ദുനിയാവിന്റെ സുഖങ്ങളെയും സൗകര്യങ്ങളെയും വാരിപ്പുണരാനും അത് വാരിക്കൂട്ടാനും വേണ്ടി വെമ്പുന്ന ഒരു വിഭാഗം ആളുകൾ. അതാ രണ്ടാമത്തെ വിഭാഗം ആളുകൾ. സത്യം ഇതിന്റെ രണ്ടിന്റെയും മധ്യയാണ്. ഇസ്ലാം ഇത് രണ്ടിന്റെയും ഇടക്കാണ്. ഒന്നും പാടില്ലാത്ത സന്യാസം, ആ നിലക്ക് എല്ലാത്തിൽ നിന്നും ഒഴിവാകണം എന്ന് പറയുന്ന അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ആവോളം അനുഭവിച്ചോളൂ, ലക്കും ലഗാനുമില്ലാതെ, അതും ഇസ്ലാം പറയുന്നില്ല. ഇസ്ലാം പറയുന്നത് നോക്കൂ, വകുലൂ വശ്റബൂ വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ.
വകുലു വശ്റബൂ, നിങ്ങൾ ഭക്ഷിച്ചോളൂ കുടിച്ചോളൂ ജനങ്ങളെ, പക്ഷേ വലാ തുസ്രിഫൂ, നിങ്ങൾ അമിതമാക്കരുത്, നിങ്ങൾ ദുർവ്യയം കാണിക്കരുത്, നിങ്ങൾ ദൂർത്തടിക്കരുത്. കാരണം ഇന്നഹു, നിശ്ചയമായും അല്ലാഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, ദുർവ്യയം ചെയ്യുന്നവരെ, ദൂർത്തടിക്കുന്നവരെ, അമിതത്വം പുലർത്തുന്നവരെ അല്ലാഹു ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. വളരെ കണിശമാണ് ഇസ്ലാമിന്റെ നിയമം. ദൂർത്ത് പാടില്ല. ഈ ആശയം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചുകൂടി കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ഹദീസിൽ പറയുന്നു. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസാണ്. കുലൂ വശ്റബൂ വതസദ്ദഖൂ വൽബസൂ ഫീ ഗൈരി ഇസ്റാഫിൻ വലാ മഖീലത്തിൻ. കുലൂഹോ, ജനങ്ങളെ, വിശ്വാസികളെ, നിങ്ങൾ ഭക്ഷിച്ചോളൂ. ഇസ്ലാം ഭക്ഷണം കഴിക്കുന്നതിനെതിരല്ല. വശ്റബൂ, നിങ്ങൾ കുടിച്ചോളൂ. വതസദ്ദഖൂ, നിങ്ങൾ ചെലവഴിച്ചോളൂ, ധർമ്മം ചെയ്തോളൂ. വൽബസൂ, നിങ്ങൾ വസ്ത്രം ധരിച്ചോളൂ. ഫീ ഗൈരി ഇസ്റാഫിൻ വലാ മഖീല, പക്ഷേ അമിതത്വം കാണിച്ചു പോകരുത്. ഇപ്പറഞ്ഞ 4 കാര്യങ്ങളിലും അമിതത്വം കാണിച്ചു പോകരുത്. അതുപോലെ തന്നെ പൊങ്ങച്ച പ്രകടനവും ഉണ്ടായിക്കൂടാ.